അല്ല, തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. UDF അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. UDF ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ വിഷയം? വിഷയം ഈ 1,30,00,000 ജനങ്ങളുടെ നേർക്കുനേരെയുള്ള വിഷയമാണ്. ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ 17-ാം തീയതി സഭ ആരംഭിക്കുകയാണ്. ഇനി ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ, ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിലുണ്ടാവണം. അത്രേ ഉദ്ദേശമുള്ളൂ. എങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. തങ്ങളങ്ങനെ പറഞ്ഞോ? അടുത്ത തവണ ജയിക്കാനല്ല, അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാൻ ഇതിനുള്ള എല്ലാ വഴികളും തേടും. ഇതിനൊരു തർക്കമില്ല. ആ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര. അല്ല, അതിൻ്റെ നേരമല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ന്യൂസ് 18 ചെറിയ കുഴപ്പം കുറേയായിട്ട് തുടങ്ങിയല്ലോ. ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇതേ ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം. ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അതൊക്കെ വേറെ അത് പറയേണ്ട ഒരു വീടല്ല ഇത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയം നമുക്ക് ഇഷ്ടം പോലെ പറയാൻ സ്ഥലമുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്ന വിഷയം ഇതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചുരുക്കാം. ഇത്രയേ ഉള്ളൂ. മുമ്പ് പാണക്കാട്ടേക്ക് വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ശിഹാബ്ദങ്ങളുടെ സമയത്ത് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് സാദിഖലി തങ്ങൾ ആയതിനു ശേഷം ആദ്യമായിട്ടുള്ള വരവാണ്. ഇത് പൂർണ്ണ പിന്നെ എന്താണ് ചർച്ച? വളരെ ചുരുങ്ങിയ ചർച്ചയല്ലേ. മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കുക. തങ്ങളത് പഠിച്ചിരിക്കുകയാണ്. ആ പാർട്ടി അത് പഠിച്ചിരിക്കുന്നു. ഞങ്ങളതിന് പിന്തുണ നൽകും, ഞങ്ങളത് ഏറ്റെടുക്കും. മലയോര ജനതയുടെ ഈ പ്രതിസന്ധികളിലും അവരുടെ കഷ്ടപ്പാടിലും ആ ജനതയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അതുതന്നെയല്ലേ പിന്തുണ. ലീഗ് നേതൃത്വം ഇത് ഏറ്റെടുക്കുമ്പോൾ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന 5-8 ജില്ലകളിലെ മലയോര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. കാരണം അവരുടെ പാർട്ടിക്ക് അത്രയും ശക്തമായ വേരോട്ടമുള്ള ജില്ലകളാണ്. ആ പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിന് അത് പരിഗണിക്കേണ്ടി വരും. അതിലൊരു തർക്കമില്ല. അപ്പോൾ മുമ്പ് തങ്ങൾ പറഞ്ഞത് UDF ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. ഈ UDF ശക്തിപ്പെടുത്തുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തിയുള്ള ശക്തിപ്പെടുത്തലായിട്ടാണോ പ്രതീക്ഷിക്കുന്നത്? അതിവിടെ നമുക്ക് പിന്നെ പറയാം. അത് അവസാനിച്ചു. രാഷ്ട്രീയം നമുക്ക് പിന്നെ പറയാം.